ചെയ്യപ്പെടുകയാണെന്ന് എനിക്ക് തോന്നുന്നു. സമാധി എന്ന് പറയുന്നത് ഒരാൾ എന്താ പറയുക, ജീവൻ വെടിയുന്ന അവസ്ഥയിൽ മാത്രമല്ല നമ്മൾ സമാധി എന്ന് പറയുന്നത്. ആത്മീയമായിട്ട് ഈ സാധനകൾ ചെയ്യുന്ന ആളുകളും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഇരിക്കുന്ന ആളുകളും യോഗാസനത്തിലിരിക്കുന്ന ആളുകളും ഒക്കെ പലപ്പോഴും സമാധി അവസ്ഥകൾ പ്രാപിക്കാറുണ്ട്. അപ്പൊ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ സമാധിയാകുകയും എന്നാൽ അതിലേക്ക് തിരിച്ചു വരികയും ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങൾ, പ്രത്യേകിച്ച് നമ്മൾ ഈ പറയുന്ന പോലെ ഈ ആത്മീയ കാര്യങ്ങൾ മാത്രം കൈകാര്യം ചെയ്യുന്ന പോകുന്ന ആളുകൾ, സന്യാസിമാരായാലും അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ആളുകളായാലും അവരെ സാധാരണമായി നമ്മൾ കാണുമ്പോൾ അതൊക്കെ ഇതൊരു സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾ സമാധിയാകുക എന്ന് പറയുന്നത് ഒരാളുടെ എന്താ പറയുക കാലം ചെയ്ത്, ഇപ്പോൾ ഒരു ബിഷപ്പോ തിരുമേനിയോ ആരെങ്കിലും ഒക്കെ ഇത് ചെയ്യുന്നത് നമ്മൾ കാലം ചെയ്തു എന്ന് പറയുന്നു. അതുപോലെ തന്നെ രാജാവ് ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ നാട് നീങ്ങി എന്ന് പറയുന്നു. ഓരോരുത്തരും അവരവരുടെ സ്ഥാനത്തിനനുസരിച്ചാണ് അവര് മരിക്കുന്ന സമയത്ത് പല തരത്തിൽ നമ്മൾ പല പേരുകളും പറയാറുണ്ട്. ഇപ്പൊ സന്യാസിമാർ പൊതുവെ എന്താ പറയാ അങ്ങനെയുള്ള ഇരിക്കുന്ന സമയത്ത് അവരുടെ ജീവൻ വെടിയുന്ന സമയത്ത് അതിന് സമാധി എന്നാണ് പൊതുവെ പറയുന്നത്. ആ സമാധി ഞാൻ നേരത്തെ പറഞ്ഞ സമാധിയുടെ ആ വ്യാപകമായ അർത്ഥത്തിൽ അല്ലെങ്കിൽ അതിൻ്റെയും പേര് സമാധി എന്നാണ്. ഇവിടെ സംഭവിച്ച കാര്യം എന്ന് പറയുന്നത് 5 വർഷം മുമ്പ് ഒരാള്, അദ്ദേഹത്തിന്റെ പേരാണ് നമ്മളിപ്പോ ഈ പറയുന്ന പോലെ ഗോവിൻ സ്വാമി, ഇദ്ദേഹം മക്കളെയും ഇദ്ദേഹം ചുമട്ട് തൊഴിലാളിയായിട്ടുള്ള ആളായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹം ആത്മീയമായ കാര്യങ്ങളിലേക്ക് ഇദ്ദേഹത്തിന്റെ ശ്രദ്ധകൾ വന്നു. ഇവർക്കൊരു കുടുംബക്ഷേത്രമൊക്കെ ഉണ്ടായിരുന്നു, അവിടുത്തെ പൂജയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അദ്ദേഹം ജീവിച്ചു. അതിങ്ങനെ നടന്നു വരവേ 5 വർഷത്തിന് മുമ്പ് ഇദ്ദേഹം മക്കളെയും ഭാര്യയൊക്കെ വിളിച്ചു പറഞ്ഞു, ഞാനിങ്ങനെ ഒരു ദിവസം സമാധിയാവും, അപ്പൊ നിങ്ങൾ ആരെയും അറിയിക്കാതെ നിങ്ങൾ നാട്ടുകാരോടോ വീട്ടുകാരോടോ ബന്ധുക്കളോടോ ആരോടും പറയാതെ നിങ്ങൾ എന്നെ സമാധിയിരുത്തണം എന്നാണ് അദ്ദേഹം മക്കളോടും ഭാര്യയോടും പറഞ്ഞിരിക്കുന്നത്. മൈനാടി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും അതിനുള്ള അദ്ദേഹത്തിന് ഇരിക്കാനുള്ള ഇരിപ്പിടം വരെ 5 വർഷത്തിന് മുമ്പ് കൂടി കൊണ്ടുവന്ന് വെച്ചു. അതിന്റെ പത്മദള കല്ല് എന്തോ ഒരു കല്ല് തന്നെയാണ്, അതിലാണ് ഇരിക്കുന്നത്. അപ്പൊ അത് കൊണ്ടുവച്ചു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് ഇദ്ദേഹം രാത്രി കിടക്കാനായിട്ട് പോകുന്ന സമയത്ത് BP-യുടെ മരുന്നും അതും ഇതുമൊക്കെ കഴിച്ചു. സാധാരണയായിട്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം കിടപ്പ് രോഗിയാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് എന്തോ വിഷമം ഉണ്ടായി. അതോ അപ്പൊ തന്നെ എന്താണോ അദ്ദേഹം പറഞ്ഞിരുന്നത് അതുപോലെ തന്നെ അവര് ചെയ്തു എന്ന് പറയുന്നു. അദ്ദേഹത്തെ കൊണ്ടിരുത്തിയിട്ട് അതിന്റെ മുകളിൽ ഈ പറയുന്ന പൂജാതി കാര്യങ്ങളെല്ലാം നടത്തിയിട്ട് അതിന്റെ മുകളിൽ സ്ലാബും കൊണ്ടുവന്ന് വെച്ചു. അപ്പൊ യഥാർത്ഥത്തിൽ അച്ഛൻ പറഞ്ഞത് മക്കളോ അല്ലെങ്കിൽ വീട്ടുകാരോ എന്ന് പറയുന്ന അനുസരിച്ച് അതൊരു ഭാഗം. പക്ഷെ ഇതിനകത്ത് നമ്മൾ കാണുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിനെതിരെ ചില ആളുകൾ പരാതി കൊടുത്തത് ഇദ്ദേഹത്തെ കാണാനില്ല. അപ്പൊ അവര് പരാതി കൊടുത്ത സമയത്ത് ആളുകൾ പലരും എന്ന് പറയുമ്പോഴത്തേക്ക് അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി. പോലീസ് അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി. മരിച്ചു കഴിഞ്ഞിട്ട് ഈ ചടങ്ങുകളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇവര് കൊണ്ടുപോയിട്ട് ഒരു നോട്ടീസ് ഒട്ടിച്ചു വെച്ചു, മതിലേറ്റോടെയൊക്കെ ഇന്നാള് മരിച്ചു അല്ലെങ്കിൽ ഇന്നാള് സമാധി. അത് ആളുകൾക്ക് വിശ്വസിക്കുവാനായിട്ട് സാധിച്ചു. അതാണ് യഥാർത്ഥത്തിൽ ഉണ്ടായ ഏറ്റവും വലിയൊരു പ്രശ്നം. പക്ഷേ ഞാനിവിടെ പറയുന്നത് 5 വർഷത്തിന് മുമ്പ് ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ ഇവര് നിയമപരമായ കാര്യങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഈ കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇപ്പൊ സാധാരണ ഇപ്പൊ നമ്മളിപ്പോ സ്വത്ത് ഭാഗം വെക്കുന്നത് മരിക്കുന്ന സമയത്ത് വീട്ടുകാരെയോ നാട്ടുകാരെയോ ആരെയും അറിയിക്കത്തില്ല. ചില ആളുകൾ അവര് ബില്ലാണ് എഴുതി, മകന്റെ പേരിലോ മകളുടെ പേരിലോ ഭാര്യയുടെ പേരിലോ അവർക്ക് ഇഷ്ടമുള്ള ആളുകളുടെ പേര് ബില്ല് എഴുതി. ഇദ്ദേഹം ഒരു ബില്ല് എഴുതി വെച്ചാൽ മതിയായിരുന്നു. ഇന്ന പോലെ എന്താണ് ഞാൻ മരിക്കുന്ന സമയത്ത്, ഒരാൾ മരിക്കുന്ന സമയത്ത് അയാളുടെ ഇഷ്ടമാണ് യഥാർത്ഥത്തിൽ പ്രധാനം. അയാൾ എന്താണ് പറയുന്നത്, ആ മരിച്ച ആള് നേരത്തെ ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞിരിക്കുന്ന കാര്യത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇന്നതുപോലെ ചെയ്യണം, ഇന്നതുപോലെ ചെയ്യണം. ഇപ്പൊ പൊതുദർശനത്തിന് വെക്കണ്ട. ഇപ്പൊ ഈ ഇടയ്ക്ക് ആരോ മരിച്ച സമയത്ത് മൃതദേഹം എന്ന് പറയുന്നത് പൊതുദർശനത്തിന് വെക്കണ്ട എന്ന് പറഞ്ഞ സമയത്ത് മക്കൾ പൊതുദർശനത്തിന് വെച്ചില്ല, അല്ലെങ്കിൽ വീട്ടുകാർ അതിന് ചെയ്തില്ല. അപ്പൊ ഇതുപോലെയായിരുന്നു യഥാർത്ഥത്തിൽ ഇവിടെ. ഇപ്പൊ ഇവര് പറയുന്നത് 2 തരത്തിലെന്ന് പറഞ്ഞാൽ അതിന് നമുക്കൊരു കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. കാരണം എന്ന് പറയുന്നത് ഈ പരാതി കൊടുത്ത സമയത്ത് ഇവര് പറയുന്നു, സാധാരണ നമുക്ക് പോലീസിലോ അല്ലെങ്കിൽ ഒരു ഭരണകൂടത്തിലോ ഒരു പരാതി കിട്ടിയാൽ ആ കിട്ടിയ പരാതി എന്താണെന്ന് അന്വേഷിക്കും. അവരാ സാഹചര്യ തെളിവുകൾ മാത്രമാണ്.
അതായത് സമാധി പോയിരുന്നെന്നോ പൂജ ചെയ്തെന്നോ ഉടലോട് സ്വർഗത്തിലേക്ക് പോയെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് പോലീസ് അന്വേഷിക്കുന്ന സമയത്ത് എന്താണോ ആ ആളിൽ സംഭവിച്ചിരിക്കുന്നത് ആ കാര്യത്തെയാണ് അവർ അഡ്രസ് ചെയ്യുന്നത്. ഇവിടെ ഇവര് ആരോടും പറയാതെ ഒരു വാർഡ് മെമ്പറോട് പോലും ഇവർ ഇവിടെ പറഞ്ഞിട്ടില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇവർ അന്വേഷിച്ച് ഇവിടെ വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവർ സമാധി ഇരുത്തിയ സമയത്താണ് പോലീസ് അവിടെ വന്നിട്ട് ഇത് ചെയ്യുന്നത്. അവരോട് പറഞ്ഞ് കല്ലറ പൊളിക്കാൻ പറഞ്ഞു. പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലപാടെന്ന് പറയുന്നത് ഈ കാര്യത്തിലെന്ന് പറയുന്നത് വസ്തുതാപരമാണ്. കാരണം എന്ന് പറയുന്നത് അവർക്ക് കിട്ടിയ പരാതി അവർ അങ്ങനെ അന്വേഷിച്ചിട്ടേ കാര്യമുള്ളൂ. കാരണം നമ്മളിപ്പോ ഒരാളും ഹോസ്പിറ്റലിലേക്ക് ഒരാളെ എന്താ പറയുക ഒരു അറ്റാക്ക് വന്നു അല്ലാതെ മരിച്ച് ഒരാളെ ഹോസ്പിറ്റലിൽ ചെല്ലുന്നതിന് മുമ്പാണ് അവർ മരിക്കുന്നതെന്നുണ്ടെങ്കിൽ അവരെ പോസ്റ്റ്മോർട്ടം നടത്തിയേ ഇനി എത്ര വലിയ ആളാണെന്ന് പറഞ്ഞാലും അവർ വിട്ടു. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ പരാതി വന്ന സമയത്ത് അത് കണ്ടെത്തുക, അതിനകത്ത് അവര് പറയുന്നത് വീട്ടുകാരും ആ മകന്റെ ഒക്കെ ഒരുപാട് സ്റ്റേറ്റ്മെന്റുകൾ ഞാൻ കാണുകയുണ്ട്. അതിവൈകാരികതയാണ് ഇപ്പൊ അവരെ ഭരിച്ചത്. അവരിപ്പോഴും ഈ പറയുന്ന പോലെ കല്ലറ പൊളിച്ചു കഴിഞ്ഞാൽ അത് സമാധി പൊളിക്കുന്നതായിട്ട് വരും. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവരിപ്പം യഥാർത്ഥത്തിൽ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന ആളുകളാണ്. സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന ആളുകൾ പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾക്ക് അത്രത്തോളം എന്ന് പറയുന്ന ആളുകൾ അതിനെ ഇത് ചെയ്യാറുണ്ട്. പിന്നെ ഇതിനകത്തൊരു നേരത്തെ പറഞ്ഞ ഒരു വൈകാരിക പ്രശ്നം വരുന്നു, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണൽ ഇഷ്യൂ വരുന്നു. അതിനകത്തൊരു കാര്യമില്ല. ഇന്നലെ ആ ഒരു TV ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ മകന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ കേട്ടു. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ആളുകൾ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ അവരിതിനെ സപ്പോർട്ട് ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തന്നെ അതിനകത്ത് പറഞ്ഞു